വെളുത്തുള്ളി അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് 1.5 കിലോ വെളുത്തുള്ളിയാണ് എടുത്തത്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണിത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂപ്പായതിനു ശേഷം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ 1.5 കിലോ വെളുത്തുള്ളിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ നോവയുടെ അച്ചാർ പൊടിയുടെ പാക്കറ്റാണിത്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അധികം എരിവ് ആവശ്യമുള്ളവർ ഇത് ഒരു പാക്ക് തന്നെ 1.5 കിലോ വെളുത്തുള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അച്ചാറും പൊടിയുടെ പച്ചമണക്കം മാറുന്നത് വരെ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കായപ്പൊടി കയ്യിലുള്ളവർ അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 500 ml സുർക്കയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുക. അച്ചാർ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2-3 തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വെളുത്തുള്ളി അച്ചാർ വീട്ടിൽ തന്നെ തയ്യാറാക്കാം.